സജീവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ വീടുമുറ്റം കിളച്ചു. ഒളിച്ചോടിയെന്ന കഥയുണ്ടാക്കിയ ഭാര്യയുടെ അസ്ഥിക്കൂടമായി മാറിയ അവശിഷ്ടങ്ങൾ അവിടെ നിന്നും കണ്ടെടുത്തു. സ്വന്തം ഭാര്യയെ കൊന്ന വീടിന്റെ മുറ്റത്ത് കുഴിച്ചുമൂടി. അതിനു മുകളിൽ 1.5 വർഷം അറിഞ്ഞുകൊണ്ട് ജീവിച്ച നല്ലവനായ സജീവ് എന്ന മനുഷ്യന്റെ കപടമുഖം അവിടെ അഴിഞ്ഞു വീണു. 2 മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും തീരാവേദന സമ്മാനിച്ചുകൊണ്ട് എടവനക്കാട്ടെ ആ വാടക വീട് ഒരു കൊലപാതക കഥയിലെ ഭീകരമായ സാക്ഷിയായി നിലകൊള്ളുന്നു. 1.5 വർഷക്കാലം അതൊരു വലിയ കാലയളവ് തന്നെയാണ്. ഒരു കൊലപാതകം ചെയ്യാനും അത് സമർത്ഥമായി മറച്ചുവെക്കാനും എടുത്ത കാലയളവ്. എറണാകുളത്തെ എടവനക്കാട് വാച്ചാക്കൽ പ്രദേശത്തെ നിവാസികൾക്ക് സജീവ് എന്നും തങ്ങൾക്കറിയാവുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു. ഭാര്യ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനൊപ്പം പോയതിൽ സങ്കടപ്പെടുന്ന, എന്നാൽ മക്കൾക്കു വേണ്ടി ജീവിക്കുന്ന, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന, ചിരിക്കുന്ന സാധാരണക്കാരനായ ഒരു നല്ല ഭർത്താവ്. എന്നാൽ 1000 നുണകളുടെ ഒരു മുഖംമൂടി ധരിച്ച് എല്ലാവരുടെയും സഹതാപം നേടിക്കൊണ്ടാണ് അയാൾ ഓരോ ദിവസവും തള്ളി നീക്കിയത്. തന്റെ സ്വന്തം മക്കളോ അയൽക്കാരോ ബന്ധുക്കളോ ആരും ആ കള്ളം തിരിച്ചറിഞ്ഞതില്ല എന്നിടത്താണ് അയാളുടെ വിജയം. 2021 ഓഗസ്റ്റ് 16-നായിരുന്നു ആ സംഭവം. ഒരു ദിവസം സജീവ് നാട്ടുകാരോടും ബന്ധുക്കളോടും പറഞ്ഞത് ഭാര്യ രമ്യ പോയി എന്നാണ്. ആദ്യം പഠനത്തിനായി മുംബൈയിലേക്ക് പോയി എന്നായിരുന്നു കഥ. പിന്നീട് അവിടെ നിന്നും ഗൾഫിലേക്ക് പോയി എന്നായി കഥ. ഒടുവിൽ ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയി എന്ന വിശ്വസനീയമായ മറ്റൊരു കഥ കൂടി സജീവ് നാട്ടിൽ പ്രചരിപ്പിച്ചു. എന്നെയും മക്കളെയും ഉപേക്ഷിച്ച് അവൾ പോയല്ലോ എന്ന സങ്കടം പ്രകടിപ്പിച്ച സജീവിനെ അയൽപക്കക്കാർ പോലും ആശ്വസിപ്പിച്ചു. ആ പാവം പെയിന്ററെ ആരും സംശയിച്ചതേയില്ല. ഈ നാടകീയതകൾക്കിടയിലും അയാൾ ക്രിക്കറ്റ് കളിച്ചു, സൗഹൃദങ്ങൾ പങ്കിട്ടു. എന്നാൽ തന്റെ മക്കൾ കളിക്കുന്ന വീട്ടുമുറ്റത്തെ മണ്ണിൽ സ്വന്തം ഭാര്യയുടെ മൃതദേഹം കുഴിച്ചു മൂടിയിട്ടാണ് താൻ അഭിനയം തുടരുന്നത് എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. രമ്യ ആരെയും ഫോണിൽ വിളിക്കാത്തത് ബന്ധുക്കൾക്കിടയിൽ സംശയം ജനിപ്പിച്ചു. മക്കളോട് തിരക്കിയപ്പോൾ അമ്മ വിളിക്കാറേയില്ല എന്ന മറുപടി രമ്യയുടെ സഹോദരനെ അസ്വസ്ഥനാക്കി. ഒടുവിൽ 2022 ഫെബ്രുവരിയിൽ രമ്യയെ കാണാനില്ല എന്ന് കാണിച്ച സഹോദരൻ ഞാറക്കൽ പോലീസിൽ ഒരു പരാതി നൽകി. ലോക്കൽ പോലീസ് അന്വേഷിച്ചെങ്കിലും വിദേശത്തേക്ക് പോയെന്ന സജീവന്റെ മൊഴിയാണ് ആദ്യം ലഭിച്ചത്. പിന്നീട് റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തതോടെ സജീവിന്റെ കള്ളക്കഥകൾ പൊളിക്കാനും തുടങ്ങി. പോലീസിന്റെ വിശദമായ പരിശോധനയിൽ നിർണായകമായ ചില കാര്യങ്ങൾ വ്യക്തമായി. 2021 ഓഗസ്റ്റ് 16-നു ശേഷം രമ്യയുടെ ഫോൺ പ്രവർത്തിച്ചിട്ടില്ല. വിദേശത്തേക്ക് കടന്നുവെന്ന സജീവിന്റെ വാദം വിമാനത്താവള രേഖകളിലൂടെ കളവാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചു. 1.5 വർഷമായി രമ്യ ഈ രാജ്യം വിട്ടുപോയിട്ടില്ല എന്ന് പോലീസ് അതോടെ ഉറപ്പിച്ചു. ശക്തമായ ചോദ്യം ചെയ്യലിനൊടുവിൽ നാട്ടുകാരുടെ നല്ലവനായ ഉണ്ണി സത്യം തുറന്നു പറഞ്ഞു. 2021 ഓഗസ്റ്റ് 16-ന് പകൽ വഴക്ക് മൂർച്ഛിച്ച കിടപ്പുമുറിയിൽ വെച്ച് കയർ കഴുത്തിൽ മുറുക്കി സജീവ് രമ്യയെ കൊലപ്പെടുത്തി. മക്കളില്ലാതിരുന്ന ആ പകൽ മുഴുവൻ മൃതദേഹം ടെറസിൽ ഒളിപ്പിച്ചു വെച്ചു. അന്ന് പാതിരാത്രിയുടെ മറവിൽ സിറ്റൌട്ടിനോട് ചേർന്നുള്ള മുറ്റത്ത് കുഴിയെടുത്ത മൃതദേഹം താഴ്ത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച കയർ കത്തിച്ചു കളഞ്ഞു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അയാൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ജീവിതം തുടർന്നു. പെയിന്റിംഗ് തൊഴിലാളിയായ സജീവും ഭാര്യ രമ്യയും 2 മക്കളും ജീവിച്ചിരുന്ന അറക്കപ്പറമ്പിലെ വാടക വീട് പുറമേ ശാന്തമായിരുന്നു. നാട്ടുകാർക്ക് പ്രിയങ്കരനായ ക്രിക്കറ്റ് കളിക്കാരൻ. എന്നാൽ 2021 ഓഗസ്റ്റ് മാസത്തിലെ മധ്യത്തിൽ വീട്ടിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ദേഷ്യം ഒരു കൊലയാളിയായി മാറിയ നിമിഷം. 1.5 വർഷക്കാലത്തോളം കുട്ടികൾ കളിക്കുന്ന ആ മുറ്റത്തെ മണ്ണിൽ എല്ലാ ക്രൂരതകളുടെയും വഞ്ചനയുടെയും ഭീകരമായ രഹസ്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ജീവിച്ച കാലം. പക്ഷേ സത്യം ഒരു ദിവസം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അതിന് കാലം വീണ്ടും സാക്ഷി.